രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് എടുത്ത പോലെ ഇത്രയും കർശനമായ നടപടി ഇത്തരം ആക്ഷേപം ഉണ്ടായപ്പോൾ ഒരു പാർട്ടിയും എടുത്തിട്ടില്ല. ഒരു പാർട്ടി. നമുക്കറിയാമല്ലോ കേരളത്തിൽ എത്ര ആക്ഷേപമുണ്ട്, എത്ര ആരോപണങ്ങളുണ്ടായി, ആര് മാറ്റി നിർത്തി രാജിവെച്ചിട്ടില്ല. ഞങ്ങൾ അദ്ദേഹം 3 നടപടി സ്വീകരിച്ചു. ഒന്ന്, യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെച്ചു. കോൺഗ്രസിന്റെ പ്രാഥമിക സസ്പെൻഡ് ചെയ്തു. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം മാത്രമാണ് ഉള്ളത്. കൊലയാളികൾ ഏത്? ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഞങ്ങളാരെയും കൊലയാളികൾ വിളിക്കുന്നില്ല. പോലീസ് ജീപ്പിന് ബോംബെറിഞ്ഞ് 20 വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച ആളുകൾ സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. ഒരു നടപടിയും ആ പാർട്ടി എടുത്തായിട്ട് കണ്ടില്ല. 20 വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച്, മറ്റൊരു കുറ്റ ആരോപിതരായിരിക്കും. ഇത് കോടതി ശിക്ഷിച്ച് 20 വർഷത്തേക്ക് ശിക്ഷിച്ച ആള് ജീപ്പിൽ കയറി പോലീസ് കൊണ്ടുവന്നിടത്ത് അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കൂടെ ഉണ്ടെന്ന് പറയുന്ന ധാർമ്മികതയാണോ, പൊളിറ്റിക്കൽ എത്തിക്സ് ആണോ കോൺഗ്രസ് എടുത്തിരിക്കുന്നത്? ഒരു ലോഡ് ലഹരി മരുന്ന് കയറ്റി കൊണ്ടുപോയി വണ്ടിയുടെ ഉടമസ്ഥൻ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനത്തെ കേസിൽ ഒരു പ്രതിയെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. പേര് ഞാൻ നോട്ടിൽ പറയാം. ലഹരിക്കെതിരെ വ്യാപകമായ വേട്ട നടക്കുന്ന സംസ്ഥാനമായ കേരളം. ലഹരി മരുന്ന് കൊണ്ടുവന്നതിനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി ഏത് വേട്ടയാണ് നടക്കുന്നത്? ഇതിനകത്ത് എന്താ ധാർമ്മികതയുള്ളത്? അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് തീരുമാനമെടുത്തു, മറ്റൊരു പാർട്ടി എടുക്കാത്ത രീതി. ഇത്തരത്തിലുള്ള ആക്ഷേപം വന്നപ്പോൾ ഒരു പാർട്ടിയും ഇത്ര വേഗം തീരുമാനിച്ചു. ഞങ്ങൾ ഈ ആരോപണം വന്ന ആക്ഷേപം വന്ന് പിറ്റേ ദിവസം തന്നെ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെച്ചു. അതിലെ കോൺഗ്രസ് പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്തു. അടുത്ത അസംബ്ലി സെഷൻ വന്നപ്പോൾ അദ്ദേഹത്തെ കോൺഗ്രസിന്റെ ബെഞ്ചിലിരുത്താൻ തീരുമാനിച്ചില്ല. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. എന്നിട്ടും ഇപ്പൊ MLA സ്ഥാനം രാജിവെക്കാത്ത എന്താന്ന് ചോദിച്ചാൽ കുറ്റാരോപിതരായ എത്ര ആളുകളുണ്ട്? ഇതും ആരോപണ വിധേയരാ, കുറ്റാരോപിതരാ. ഈ ധാർമ്മികത ചോദിക്കുന്ന ആളുകൾ ശബരിമല വിഷയത്തിൽ 40 വർഷക്കാലം ഒരു പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ ആയിരുന്നയാൾ, മുൻ MLA ആയിരുന്നയാൾ, അദ്ദേഹത്തിനെതിരെ റിമാൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത് പത്മകുമാർ, ബഹുമാനപ്പെട്ട എൻ്റെ സ്നേഹിതൻ ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്, ഞങ്ങളെങ്ങനെ നടപടി സ്വീകരിക്കും? കുറ്റാരോപിതനല്ലേ അദ്ദേഹം ചോദിച്ചത്. കുറ്റാരോപിതനായ ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞവരാണ് ഇവരൊക്കെ. കുറ്റാരോപിതനായ കെ കരുണാകരനോട് രാജിവെക്കാൻ പറഞ്ഞവരാണിവർ. കുറ്റാരോപിതനായ KM മാണിയോട് രാജിവെക്കാൻ പറഞ്ഞവരാണിവർ. പൊളിറ്റിക്കൽ എത്തിക്സ് എന്ന് പറയുന്നത് നമുക്ക് ദൃഷ്ടിയിൽ മാത്രമല്ല, ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് നിലപാടെടുത്തു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഒരു പാർട്ടിയും ഇന്നേ വരെ എടുക്കാത്ത ധീരമായ നടപടി സ്വീകരിച്ചു. വീണ്ടും കോൺഗ്രസ് പറയുന്നു. അദ്ദേഹത്തെ ഏത് കോൺഗ്രസ് നേതാക്കന്മാർ പോയി? അദ്ദേഹം അവിടെ പോയി. അത്തരം ധാർമ്മികത നിങ്ങൾ പറയുന്നത്. നിങ്ങൾ അത്ര ഞാൻ ചോദിച്ചല്ലോ, ഞാൻ ഒറ്റ മിനിറ്റ് അല്ല, നമ്മൾ പ്രകോപിതം ഉണ്ടാക്കാനല്ല, പത്രസമ്മേളനത്തിൽ പ്രകോപനം. കോടതി ശിക്ഷിച്ചയാള്, പോലീസിന് ബോംബെറിഞ്ഞയാള് 20 വർഷത്തേക്ക് അദ്ദേഹം കോടതി ശിക്ഷ വാങ്ങിയിട്ടില്ല. 20 വർഷത്തേക്ക് കോടതി ശിക്ഷിച്ചയാളെ മാലയിട്ട് സ്വീകരിച്ച് അദ്ദേഹത്തിന് വോട്ട് പിടിക്കാൻ നടക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണോ ഈ ചോദ്യം ഞങ്ങളോട് ചോദിക്കുന്നത്? ഈ പാർട്ടി ഞങ്ങളോട് ചോദിക്കുന്നത് എന്തിന്? പോലീസ് ജീപ്പിന് ബോംബ് വെച്ച് തകർക്കാൻ പോയി കുറ്റവാളിയാണെന്ന് ബഹുമാനപ്പെട്ട കോടതി, നമ്മുടെ ജനകീയ കോടതിയാണ്, ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി ഉണ്ടായിട്ട് അവരോടൊപ്പം വോട്ട് പിടിക്കാനും അവരെ ഞങ്ങൾ ജയിപ്പിക്കുന്നു വാശി പിടിച്ച് വോട്ട് പിടിച്ച് നടക്കുന്ന പാർട്ടിയുടെ ധാർമ്മികതയാണോ കോൺഗ്രസ് പഠിപ്പിച്ചിരിക്കുന്നത്? അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞ് കോൺഗ്രസിന്റെ ധാർമ്മികത ചോദ്യം ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ സ്വയം മുഖം നന്നാക്കിയതിനു ശേഷം മതി എന്ന് എനിക്ക് പറയാറുണ്ട്. അല്ലല്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ലോ എന്നൊരു ആവശ്യകത ചോദ്യം ചോദിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു ഇല്ലല്ല, ഞങ്ങൾ പറഞ്ഞത് എന്താ? ഞങ്ങൾ പറഞ്ഞത് എന്താ? ഞങ്ങൾ എടുക്കേണ്ട പാർട്ടി പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ കോടതിയല്ല. ഞങ്ങളുടെ പേരിൽ ആരോപണം ഉണ്ടായപ്പോൾ, അദ്ദേഹത്തിന്റെ പേരിൽ ആക്ഷേപം ഉണ്ടായപ്പോൾ, ഞങ്ങളുടെ മനസ്സാക്ഷിക്ക് യുക്തമെന്ന് തോന്നിയപ്പോൾ, ആ മനസ്സാക്ഷിക്ക് യുക്തമെന്ന് തോന്നിയ നടപടി സ്വീകരിക്കാൻ കോൺഗ്രസ് പാർട്ടി ഒരു ദിവസം പോലും താമസിച്ചില്ല. അല്ല, ആര് പറഞ്ഞു? പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടി സ്വീകരിച്ചു.
അതെ, നിങ്ങൾ ആ സാങ്കേതികത്വത്തിലേക്ക് പോയ താങ്കളോട് ചോദിക്കുന്നു, 40 ദിവസം 14 ദിവസമായി റിമാൻഡിൽ കിടക്കുന്ന സ്വർണ്ണ കൊള്ള നടത്തിയെന്ന് ആക്ഷേപം ഉണ്ടായി പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ കിടക്കുന്ന പത്മകുമാറിന്റെ പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടില്ലോ. എവിടെ പോയി ധാർമ്മികത? വാസുവിനെ സസ്പെൻഡ് ചെയ്തില്ലോ. നിങ്ങൾ ആദ്യം വാസുവിനെ സസ്പെൻഡ് ചെയ്യാൻ ആവശ്യപ്പെടും, നിങ്ങൾ ആദ്യം പത്മകുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ ആവശ്യപ്പെടും. അവർ ഇത് ബഹുമാനപ്പെട്ട DC പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇത് ഞങ്ങൾ തീരുമാനിക്കാം. ഞങ്ങളുടെ ധാർമ്മികതയുടെ ന്യായീകരണം ഞങ്ങൾ പറഞ്ഞു. പ്രകോപിതമായിട്ടൊരു കാര്യമില്ല. ഞങ്ങളുടെ ധാർമ്മികതയുടെ ന്യായങ്ങൾ ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഒരഭിപ്രായത്തിനല്ല, കോൺഗ്രസ് എടുത്ത തീരുമാനം ഏകണ്ഠമായി തീരുമാനിച്ചു എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞു. ദാറ്റ് ചാപ്റ്റർ പ്രൂവ്സ് ദാറ്റ്. അതിനേക്കാൾ വലിയ അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. അതിനുശേഷമാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. KPCC പ്രസിഡന്റ് പറഞ്ഞതിന് ശേഷം ഒരു സുധാരണ പ്രസ്താവന കൊടുത്തിട്ടില്ല. KPCC ഇന്നലെ പറഞ്ഞു. ഇന്നലെ ഈ സംഭവം വീണ്ടും ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട KPCC പറഞ്ഞു ഞങ്ങളുടെ പാർട്ടി ഏകണ്ഠമായിട്ടുള്ള തീരുമാനമാണ്. ആ തീരുമാനത്തിന് ശേഷം ആരും പറഞ്ഞിട്ടില്ല. അത് നാം ഇപ്പം അവസാനിപ്പിക്കാം. ഓക്കെ. എന്തിനാ ആരെങ്ങനെ ഭയമുണ്ട്? ഇത് DYFIയുടെ ദേശീയ അധ്യക്ഷൻ പറയുന്ന രാഷ്ട്രീയം പറയുന്നതാണ്. ഞങ്ങൾക്കൊരു ഭയമില്ലാത്തതുകൊണ്ടാണല്ലോ പിറ്റേ ദിവസം തന്നെ നടപടി സ്വീകരിച്ചത്. ഞങ്ങൾ വെച്ചുകൊണ്ടിരുന്നില്ല. മറ്റു പല രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ നമ്മുടെ ചുറ്റുപാടും ആരോപണം ഉണ്ടായപ്പോൾ പിറ്റേ ദിവസം ആരും നടപടി സ്വീകരിച്ചത്. ഞാൻ ആരെയും വ്യക്തിപരമായി പറയുന്നില്ല. ചുറ്റുപാടുമുള്ള പല ആളുകൾക്കെതിരെ പല ആക്ഷേപങ്ങളുണ്ടായി, പല ആരോപണങ്ങളുണ്ടായി. ഇതുപോലെ വാർത്തകൾ വന്നു. മാധ്യമം നിങ്ങൾ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തപ്പോഴും കാത്തിരുന്ന് കാണാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ രാഹുലിനെതിരെ ആരോപണം വന്ന് ഒരു സ്ത്രീയുടെ ശബ്ദ രേഖ വന്നപ്പോൾ അന്ന് തന്നെ ഞങ്ങൾ നടപടി സ്വീകരിച്ചവരാണ്. ഞങ്ങൾ കാലതാമസം ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾക്ക് ഭീരുത്വം ഉണ്ടായി ഞങ്ങൾ നടപടി സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ധാർമ്മികത ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നവർ ആദ്യം അവരുടെ കണ്ണിലെ കോലെടുത്ത് കളഞ്ഞിട്ട് മതി മറ്റേ കണ്ടുകൾ അവസാനിപ്പിക്കാം. ഒറ്റ മിനിറ്റ് അനിയ. ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന അംഗമാണ്. അത്രയേ ഉള്ളൂ. ഓക്കെ.